ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു പലപ്പോഴും പല സംഗതികൾക്കും വൈകിയാണ് എത്താറുള്ളത്. കാരണം ഒട്ടകം ക്ഷീണിച്ചുകൊണ്ടാണ്, മനഃപൂർവ്വം വൈകല്ല, പതുക്കെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ ഇങ്ങനെ കാത്തു നിന്നപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു വളരെ വൈകി എത്തിയത്. എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല നബിയെ, ഒട്ടകം ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ട് പതുക്കെ പോകുന്നതാണ്. ആ ഒട്ടകത്തിന് തങ്ങൾ ഒന്നിങ്ങനെ ആവേശം കൂട്ടാൻ ഒന്നിങ്ങനെ തൊട്ട് റെഡിയായിക്കൊടുത്തു. ഒട്ടകഥ പോകുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ പേടിച്ചു. കാരണം ആ നിൽക്കുന്ന സൊഫിൽ മുൻപന്തിയിലുള്ളത് ആരും ഓവർടേക്ക് ഒരിക്കലും ചെയ്യാത്ത, സാധാരണ സ്വഹാബത്ത് ആരും ഓവർടേക്ക് ചെയ്യൂല, ഏതെങ്കിലും അറാബികൾ ചെയ്തെങ്കിലേ ഉള്ളൂ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വാഹനത്തെ മറികടന്നു പോയാൽ ചോദിക്കും, ആരാണ് പോയത്? തീരെ അതവില്ലാത്ത ആള്. സ്വഹാബത്ത് ചോദിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണത് മുൻകടക്കുമെന്ന് കരുതിയിട്ട് ഞാൻ 2 ബ്രേക്കും പിടിച്ചു, കടിഞ്ഞാൽ മൊത്തം പിടിച്ച് കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കയറാൻ വേണ്ടി നിർത്തിയ വാഹനത്തെയും മറികടന്നു പോയപ്പോ സ്വഹാബത്തിന്റെ ഇടയിൽ സംസാരം. ആരാത്? ഹദീസിൽ തന്നെ കാണാം, വക്കാനത്തു ലാ തുസ്ബഖ്, തങ്ങളെ വാഹനത്തെ മറികടന്ന് സാധാരണ ആരും പോകാറില്ല. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ആണെന്ന് അവർക്ക് മനസ്സിലായത്. അത്ര സ്പീഡിലല്ലേ പോകുന്നത്. എത്തേണ്ട സ്ഥലത്തെത്തിയപ്പോ ഇവരൊക്കെ ഒന്ന് ചോദിച്ചു, അല്ല നിങ്ങളാണ് സ്പീഡിൽ വന്നത്, നിങ്ങൾക്കറിയാലോ അതവും കാര്യങ്ങളൊക്കെ. ജാബിർ റളിയല്ലാഹു അൻഹു എന്നോടെന്ത് പറയാനാ, ഞാൻ ഈ ക്ഷീണിച്ച വാഹനത്തിൽ വന്ന് തങ്ങളൊന്നിങ്ങനെ ഒന്ന് കൊട്ടിത്തന്നു, ഒരു ആവേശത്തിന്റെ കൊട്ട്. സുബ്ഹാനല്ലാഹ്, അതിന്റെ സ്പീഡാണത്. പിന്നെ അതിന് സ്പീഡ് പറഞ്ഞിട്ടില്ല, ഒന്ന് കൊട്ടിയിട്ടേ ഉള്ളൂ, ഒന്നൊന്ന് ആവേശത്തോടൊന്ന് ഉണർത്തിയിട്ടേ ഉള്ളൂ. അവിടുത്തെ ആ കരസ്പർശം കൊണ്ട് കിട്ടിയത് വല്ലാത്ത ഒരു ബറക്കത്താണ്. അങ്ങനെ അതിന്റെ ആ ഹൈ സ്പീഡോ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ എത്തിയപ്പോ ആ വാഹനത്തെ നിങ്ങൾ എനിക്ക് വിൽക്കണം എന്ന് പറഞ്ഞു. വിൽക്കാല്ലേ നബിയെ, വെറുതെ ആണെങ്കിൽ തരാം. അല്ല, വിൽപ്പന തന്നെ ആയിക്കോട്ടെ, കച്ചവടം തന്നെ ആയിക്കോട്ടെ. എന്നാ ശരി, ഞാൻ ഇവിടുന്ന് ഇതൊന്ന് കഴിഞ്ഞിട്ട് മദീനയിൽ എത്തും വരെ ഇതിലൊന്ന് എനിക്ക് യാത്ര ചെയ്യണം. അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവിടെ എത്തിയിട്ടാക്ക. വാഹനത്തെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നു. തങ്ങൾ കാശ് കൊടുത്തു, വാഹനം അവിടെ വെച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ വാഹനത്തിൽ വന്ന അരുമ ശിഷ്യൻ നടന്നിട്ടാണല്ലോ പോകുന്നത്. തിരിച്ചു വിളിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, ജാബിറേ, നിങ്ങളെ വാഹനം ഇതാ, നിങ്ങൾക്ക് ഞാൻ ഹദിയ തന്നു, അത് കൊണ്ടുപോയിക്കോളൂ. വല്ലാത്ത ജൂദ്, അവിടുത്തെ ആ ഒരു ധർമ്മം എന്തൊരു വല്ലാത്ത ധർമ്മമാണ്. വിൽപ്പന നടത്തിയിട്ട് വാങ്ങിയ വാഹനാണ് പിന്നെ വെറുതെ കൊടുക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി